മഴക്കാലമായാൽ പിന്നെ എല്ലാ വേദനകളും ഇളകും. ശരീരവേദന, കൈകാൽ വേദന, നടുവേദന. അപ്പം ഇതിനൊക്കെ പരിഹാരമായിട്ട് പഴമക്കാരുണ്ടാക്കി കഴിച്ചതാണ് ഉലുവപ്പാൽ. ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. പിന്നെ ഇത് 3 ദിവസം കഴിച്ചാൽ മതി നമ്മൾ. അപ്പോൾ 3 ദിവസം കഴിച്ചാൽ നമുക്ക് ഒരു വർഷത്തെ ആരോഗ്യം സംരക്ഷിക്കാനും പറ്റും. പിന്നെ പ്രസവിച്ച സ്ത്രീകൾക്ക് അവർക്ക് പ്രസവ ശുശ്രൂഷയായിട്ടും ഇത് കൊടുക്കും കേട്ടോ. ഇതിന് വേണ്ട ഉലുവ ഒരു 150 ഗ്രാം ഉലുവയും 250 ഗ്രാം ശർക്കരയും ഒരു നാളികേരും. അപ്പോൾ ഇത് 3 എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഉലുവ നല്ലോണം ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഞാൻ വൈകുന്നേരം ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ടാൽ കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ നല്ലോണം ഇതാ കുതിർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കുതിർന്ന ഉലുവ ആ വെള്ളത്തോട് കൂടി കുക്കറിലേക്ക് മാറ്റണം. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് നല്ലോണം വേവിക്കണം. ഒരു 4 വിസിൽ, ഒരു ഹൈ ഫ്ലെയിമും 3 ലോ ഫ്ലെയിമും. പിന്നെ ശർക്കര ഇതാ നല്ലോണം 500 ml വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഉലുവയും തണുക്കണം, ശർക്കര പാനിയും തണുക്കണം. അപ്പോൾ ഇത് രണ്ടും തണുത്തു. ഇനി നമ്മളിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഉലുവ തണുത്തതാണേ, ചൂടോടുകൂടി ആരും ഇടരുതേ. പിന്നെ അതിലേക്ക് ഇതാ തണുത്ത് അരിച്ച് മാറ്റി വെച്ച ശർക്കര പാനിയും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ടിതാ ഇങ്ങനെ ഇതെല്ലാം ഞാനൊരു 2-3 പ്രാവശ്യം കൊണ്ടാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 1ാമത്തെ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞു, ഉലുവയും ശർക്കരയും കൂടെ. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമ്മൾ നല്ല പോലെ അടിച്ച്, ഇപ്പോൾ ഇതാ 3 ട്രിപ്പും ഞാൻ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു നാളികേരം ഉണ്ടല്ലോ, അത് ചിരകിയിട്ട് മിക്സിയുടെ ജാറിലിടുക. വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം ഒന്നുകൊണ്ട് അടിച്ചെടുക്കുക കേട്ടോ. എന്തിനാറ് 1ാം പാല് പിഴിഞ്ഞെടുക്കാനാ. എന്നിട്ട് അത് പിഴിഞ്ഞിട്ട് 1ാം പാല് അരിച്ച് മാറ്റി വെക്കുക. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ, ചണ്ടി എന്ന് പറഞ്ഞാൽ പീര. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അടിച്ചിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. അത് 2ാം പാല്. പിന്നെ അതിൻ്റെ ബാക്കിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് 3ാം പാലും ഉണ്ടാക്കുക. അപ്പോൾ ഇത് 1, 2, 3 പാലും റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് തുടങ്ങാം. അതാ അപ്പോൾ ഉലുവ അടിച്ച് വെച്ചത് നമ്മൾ അടിക്കുമ്പോൾ നല്ല ലൂസ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നോക്ക് പാത്രത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നും കൂടി ഇല്ല. അപ്പോൾ ഇത് കോരി ഞാൻ ചീനച്ചട്ടിയിലാണ് ഇടുന്നത് കേട്ടോ. സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണിത്. നിങ്ങൾ അടികട്ടിയുള്ള ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ടാലും മതി കേട്ടോ. എന്നിട്ട് ഇത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ 3ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. 3ാം പാലാണ് ആദ്യം ഒഴിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെന്ത് ചെയ്ത് ഇപ്പോൾ നല്ല കട്ടില്ല, അപ്പോൾ 2ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് കട്ടകളൊക്കെ പോക്കണം കേട്ടോ. ഉണ്ടല്ലോ, ആ ലംസെല്ലാം പോക്കിയിട്ട് നല്ലോണം ഉണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ഹീറ്റിലാണ് ഇത് വേവിക്കേണ്ടത് കേട്ടോ. ഇതാ ഇങ്ങനെ ഉടച്ചു കൊടുക്കണേ. കട്ടകളൊക്കെ പോയി ഇത് നല്ല ലൂസായിട്ട് ഒരുപോലെ ആയിട്ട് വരണം. അപ്പോൾ അതിന് കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പം ഞാനത് അടിച്ചാൽ ബാക്കി ശർക്കരപ്പാനി ഉണ്ടായി, അതും കൂടെ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി ഉണ്ടാക്കുക, വെള്ളം കുറച്ചുകൂടി കൂട്ടിയിട്ട്. പിന്നെ ഇത് കുറച്ച് മധുരം കുറച്ചാൽ ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ വളരെ നല്ലതായത്. ഉലുവേൻ്റെ ഗുണം അറിഞ്ഞാൽ നിങ്ങളിത് ഒഴിവാക്കൂല. ഉലുവ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനും വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വയറ് സ്തംഭനത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഈ മഴക്കാലത്ത് തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക തന്നെ വേണം കേട്ടോ. 3 ദിവസം മാത്രം കഴിച്ചാൽ മതി കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് ഇതാ ഒരു തള വരുമ്പം നമ്മൾ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കി പൊടിച്ച പൊടിയാണ്. അതൊരു നല്ലോണം 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലൊരു ടേസ്റ്റ് ആക്കിയിട്ട് ആ ജീരകപ്പൊടിയും കൂടി ചെന്നാൽ അപ്പം നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു കുമിള വരട്ടെ, അതായത് ഒരു തള വന്നോട്ടെ ജസ്റ്റ്. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മളിതാ 1ാം പാല് ഫസ്റ്റ് എടുത്ത് വെച്ചില്ലേ, വെള്ളം ചേർക്കാണ്ട് കട്ടില്ല, ആ പാലുണ്ടാക്കി കൊടുക്കുക. അതാക്കിയാൽ പിന്നെ തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. അതൊന്ന് ആ ചൂടിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടിതാ നമ്മൾ സെർവ് ചെയ്യുക. എൻ്റെ മക്കളെ, എന്താ ഇതിൻ്റെ ഒരു ടേസ്റ്റ്! ചെറിയ കുട്ടികൾ പോലും വീണ്ടും ചോദിച്ച് വാങ്ങും. ഞാൻ പറഞ്ഞല്ലോ, ഷുഗറുകാർക്ക് കുറച്ച് ശർക്കര കുറയ്ക്കുക കേട്ടോ. കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ശർക്കരയും കൂട്ടാം, ഇത്തിരി നെയ്യൊക്കെ ആക്കിയിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് ഇത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചു. ഇതൊരു 5-8 പേർക്ക് ധാരാളമായി കഴിക്കുക കേട്ടോ. ഇത് വളരെ നല്ലതാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ. ഉലുവക്ക് നല്ല പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, ഹെയർ ഗ്രോത്തിന്, പിന്നെ ഫേസ് പാക്ക് എല്ലാമായിട്ട് ഉലുവ ഉപയോഗിക്കുക കേട്ടോ. ഉലുവയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.